നമസ്കാരം. അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങളുമായി പൊതുജനം കരുതൽ സാർ എന്ന പരിപാടി ആരംഭിക്കുകയാണ്. ഞാൻ പ്രജിൻ സി കണ്ഠൻ. ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയാണ് പൊതുജനം കരുതൽ സാർ എന്ന ഈ പരിപാടി. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പത്തനംതിട്ടയിലേക്കാണ് ആദ്യ യാത്ര. അവിടെ പ്രക്കാനം ഇലന്തൂർ റോഡിന് സമീപം പാതി പണിത ഒരു കെട്ടിടമുണ്ട്. കാട് കയറി നശിച്ചു കിടക്കുകയാണ് ഈ കെട്ടിടം. പൊതുപണമാണ് ഇങ്ങനെ കാട് കയറി കിടക്കുന്നത് എന്നതാണ് നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത. എന്തിന് കെട്ടിടം നിർമ്മിക്കാൻ തുടങ്ങിയെന്നോ ഇനി എന്ത് ചെയ്യുമെന്നോ അധികൃതർക്ക് ആർക്കും അറിയില്ല. കണ്ണായ സ്ഥലം, എല്ലാവിധ സൗകര്യങ്ങളും, ഭൂമിക്ക് പൊന്നും വില കിട്ടും ഈ കാണുന്ന പ്രദേശത്ത്. എന്നാൽ സർക്കാർ ഭൂമിയിൽ ഒരു കെട്ടിടം നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി. പണിതിട്ടും പണി തീരാതെ വന്നതോടെ പണി നിർത്തിപ്പോയ അവസ്ഥയിലാണ് ഇലന്തൂർ പ്രക്കാനം റോഡിലെ ഈ കെട്ടിടം. ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു ബിൽഡിംഗ് വന്നിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിനൊരു വരുമാനവും, അല്ലെന്നെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതുവഴി മറ്റുള്ള നമ്മുടെ അടുത്ത പ്രദേശത്തെ ആൾക്കാർക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു സ്ഥാപനം തന്നെയാണ് വരുന്നത്. ഈ സാമൂഹ്യക്ഷേമ വകുപ്പ് ബിൽഡിംഗ് എന്ന രീതിയിലാണ് ഇത് പണിതിട്ടേക്കുന്നത്. വളരെ കാലമായിട്ട് ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂത്തി പോലെ തന്നെ ഈ ബിൽഡിംഗ് ഇവിടെ നിൽക്കുകയാണ്. യാതൊരുവിധ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളോ ഒന്നും നടക്കുന്നില്ല. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിനു വേണ്ടി 5 വർഷം മുമ്പ് പണി തുടങ്ങി. 3 നില കെട്ടിടത്തിന്റെ മാതൃകയിലായിരുന്നു നിർമ്മാണ ഘടന. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നില പോലും പൂർത്തിയായിട്ടില്ല. ഇനി ഈ കെട്ടിടം എന്തു ചെയ്യണമെന്ന് ആർക്കും അറിയുകയുമില്ല. കെട്ടിടത്തിന്റെ ഉയരത്തിൽ കാട് വളർന്നു വലുതായി. ഇഴജന്തുക്കൾ സ്വൈരവിഹാരം നടത്തുന്നു. ഈ ബിൽഡിംഗ് പണിഞ്ഞതിൽ പിന്നെ സാമൂഹ്യ വിരുദ്ധരുടെ വലിയൊരു ശല്യമായിട്ട് തന്നെ ഇവിടെ തീർന്നിരിക്കുകയാണ്. അതുപോലെ ഇഴജന്തുക്കൾ, അയൽവാസികൾക്കും വലിയ ബുദ്ധിമുട്ടായിട്ട് ഈ ബിൽഡിംഗ് വന്നത് പിന്നെ കാട് കയറി നശിച്ച് കിടക്കുകയാണ്. ഇത് നമുക്ക് പൊതുജനങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ലാത്ത രീതിയിലാണ് ഈ ബിൽഡിംഗ് പണിഞ്ഞിട്ടേക്കുന്നത്. ജനങ്ങളുടെ നികുതി പണം എടുത്ത് ഈ കാണിച്ചിരിക്കുന്ന ഈ കോലാഹലങ്ങൾ നമുക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഈ കാണുന്ന രീതിയിലുള്ള നിർമ്മാണത്തിന് മാത്രം ലക്ഷങ്ങൾ ചെലവായി. ഇവിടെ ഒരു അങ്കണവാടിയോ വായനശാലയോ പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാൽ നാടിന് പ്രയോജനപ്പെടുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. തറകെട്ടി തൂണുവാർത്ത് കോൺക്രീറ്റ് ചെയ്ത് കെട്ടിടം ഇനിയും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത മഴക്കാലത്തിന് മുമ്പ് നിലം പൊത്തിയേക്കും. സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്ന് എന്തിനിങ്ങനെ സർക്കാർ ദൂർത്തടിക്കുന്നു എന്ന ചോദ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു അംഗൻവാടി പണിയായിരുന്നു. ഈ സ്ഥലം നേരത്തെ വെൽഫെയറായിട്ട് സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഇരുന്നത്. അംഗൻവാടി പണിയാനുള്ള തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിരുന്ന അന്നേരമാണ് ഇങ്ങനൊരു കെട്ടിടം വരുന്നത് ഞങ്ങൾ അറിഞ്ഞതും അതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നതും. സാധാരണക്കാരന് ലഭിക്കേണ്ട തുകയിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ അതിൻ്റെ പൈസയൊക്കെ എടുത്ത് ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ പണിയുന്നത്. പക്ഷെങ്കിൽ അത് പൂർത്തീകരിക്കാതെ അതിന് ലക്ഷ്യം കാണാതെ ഇങ്ങനെ നശിച്ചു പോകുന്നൊരു സ്ഥിതിവിശേഷം, ചിലവാക്കിയ പൈസ ഒക്കെ ഇല്ലാതായി പോകുന്നൊരു സ്ഥിതിവിശേഷം ഗവൺമെൻറ്റിനും അത് പൊതുജനങ്ങൾക്കും വളരെ നഷ്ടമുണ്ടാക്കുന്നൊരു കാര്യമാണെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അറിവ്. ഭൂമിയില്ലാതെ അടച്ചുറപ്പുള്ള ഒരു വീടില്ലാതെ എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കഴിയുന്നുണ്ട്. അതിനിടയിലാണ് സർക്കാർ സംവിധാനങ്ങളുടെ മൂക്കിന് താഴെ കാടുമൂടി അനാഥമായി ഒരു കെട്ടിടം. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന സിനിമാ ഡയലോഗ് പോലെയാണ് ഇലന്തൂർ പ്രക്കാനം റോഡിലെ ഈ കെട്ടിടത്തിന്റെ അവസ്ഥ. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കെട്ടിട നിർമ്മാണം തുടങ്ങി. പാതി വഴിയിൽ കെട്ടിടത്തിന്റെ നിർമ്മാണം നിലച്ചു. എന്തിന് ഈ കെട്ടിടം നിർമ്മിച്ചുവെന്നോ എന്തുകൊണ്ട് ഇത് പാതി വഴിയിൽ മുടങ്ങിയെന്നോ ബന്ധപ്പെട്ട അധികൃതർക്ക് ആർക്കും അറിയില്ല. പൊതുജനം അത് ചൂണ്ടിക്കാണിച്ചാൽ അതിനോടും അധികൃതർ മുഖം തിരിക്കുകയാണ്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ആ കെട്ടിടത്തിന്റെ നിർമ്മാണ ഡിസൈനൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് ഈ കെട്ടിടം പണി തുടങ്ങിയത്, എന്തുകൊണ്ട് നിർത്തി, ഇതൊന്നും അധികാരികൾക്ക് പോലും അറിയില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾക്ക് മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ഥിരമായി ചോദിക്കുന്നത്, ഇങ്ങനെ കഴുതകളാക്കണോ ജനങ്ങളെ എന്നുള്ളത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ഈ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത് കർഷകരെയാണ്. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ കോഴിക്കോട് വലിയ തോതിലുള്ള കൃഷിനാശമുണ്ടായി. വെള്ളം കെട്ടിനിന്ന് ചാത്തമംഗലം പഞ്ചായത്തിലെ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് നശിച്ചുപോയത്. കൊയ്തെടുക്കാറായ കൃഷി നശിച്ചതോടെ വലിയ ദുരിതത്തിലാണ് അവിടുത്തെ കർഷകർ. അവരുടെ വേദന എന്താണെന്ന് കാണാം. ചാത്തമംഗലം പഞ്ചായത്തിലെ വെള്ളനൂർ കൂഴക്കോട് ഇഷ്ടിക ബസാർ മേഖലയിലാണ് വ്യാപക കൃഷിനാശം. കനത്ത മഴയിൽ വെള്ളം കെട്ടിനിന്ന് കൃഷി പൂർണ്ണമായും നിലത്തു വീണു. നെൽക്കതിരുകൾ വെള്ളത്തിൽ മുങ്ങി അഴുകി നശിക്കുകയാണ്.
ഈ വീണുകിടക്കുന്നത് നെൽച്ചെടികൾ മാത്രമല്ല, അനേകം കർഷകരുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. കനത്ത മഴയാണ് പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചത്. അത്യുൽപാദന ശേഷിയുള്ള ചെമ്പാവ് നെല്ലിനമാണ് പ്രധാനമായും വെള്ളനൂർ മേഖലയിലെ കർഷകർ കൃഷി ഇറക്കിയിരുന്നത്. കൂടാതെ അപൂർവമായി കണ്ടുവരുന്ന രക്തശാലി ഇനവും കൃഷി ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം ഈ വിധം വീണതോടെ കൊയ്തെടുക്കാൻ പോലും കഴിയുന്നില്ല. മഴ പെയ്തിട്ട് കംപ്ലീറ്റ് വെള്ളത്തിലായി പോയി ഇപ്പൊ നെല്ല്. ഇപ്പൊ ചളിയിൽ ആയിപ്പോയി. ഇത് ഇന്ത്യക്കാരടക്കം കൊയ്യാൻ കൂട്ടിക്കൂല. ഇനിയിപ്പോ ഈ നെല്ല് കാലൊന്നും വലിച്ചാൽ കിട്ടില്ല, അക്കോലത്ത് ചളിയാ ഇപ്പം കിടക്കുന്നത്. കംപ്ലീറ്റ് ചീഞ്ഞു പോയി. ഇപ്പം മേലെ കാണുന്ന ഇത് മാത്രമേ ഉള്ളൂ, അടിയൊക്കെ ചീഞ്ഞെടുക്കുക. അതൊന്നും കൊയ്യാൻ കഴിയൂല. ഇത് വലിയ നെല്ല, ചെമ്പാവ് എന്ന് പറയുന്ന നെല്ല. ഇത് എന്താ ഉണ്ടാകുക വെച്ചാൽ ഇതിങ്ങനെ വീണ് പോകും. എന്നുവെച്ചാൽ ലേശം മണിക്ക് മൂപ്പാകുമ്പോൾ ഇതിങ്ങനെ വീണ് കഴിഞ്ഞ് പിന്നെ മഴ പെയ്യുകയാണ്, വെള്ളം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ പൊഴിയുമ്പോൾ കൊയ്യാൻ കിട്ടൂല. നമ്മുടെ ഈ നാട്ടിലുള്ള കർഷകരെല്ലാം പല പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ കടം വാങ്ങിയിട്ടും അതുപോലെ തന്നെ സ്വർണമൊക്കെ ബാങ്കിലൊക്കെ വെച്ചിട്ട് ലോൺ എടുത്തിട്ടാണ് ഈ കൃഷി ഇറക്കുന്നത്. ഇപ്പോൾ എങ്ങനെ ഈ നഷ്ടം നികത്തുന്നുള്ളതിനുള്ള ഒരു ആശങ്കയാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. സ്വകാര്യ പണം ഇടപാട് സ്ഥാപനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വായ്പയെടുത്തും മറ്റുമാണ് കർഷകർ കൃഷി ഇറക്കിയത്. കൃഷിനാശത്തെ തുടർന്ന് ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇവർ. ഇത് ഒരു കാലം തെറ്റി വന്ന ഒരു മഴ. ആ മഴ വല്ലാതെ കർഷകർക്ക് ഒരു ഏക്കർ കണക്കിന് സ്ഥലം തന്നെയാണ് ഈ മഴേനെ കൊണ്ട് വെള്ളത്തിൻ്റെ അടിയിലായി പോയത്. കാട്ടുപന്നി, മയില് എന്നീ ഇതിലൂടെയൊക്കെ ഞങ്ങൾ പോരാടിയിട്ട് ബാക്കി വന്ന നെല്ലാണ് ഈ മഴ ഒന്നിച്ച് നശിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ഭീമമായ നഷ്ടമാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഒന്നും ഇവിടുന്ന് നേടാനല്ല. ഇനി ബാക്കി നിൽക്കുന്ന നെല്ല് ഇവിടെ ഉപേക്ഷിച്ചിട്ട് അവിടെ പോകുക അല്ലാതെ ഹിന്ദിക്കാർക്ക് പുതിയ ഒരു 1000 രൂപ വരും ഒരു ദിവസത്തെ കൂലി ഇവർക്ക്. 900 രൂപ അതും വരും. ഭക്ഷണത്തിൻ്റെത് 100 രൂപയും കൂട്ടി 100-150 രൂപേൻ്റെ അടുത്ത് അതും വരും. 1000-1000ൻ്റെ മുകളിൽ വരും. അതും കൂടി ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞ് ഇത് കൊയ്തെടുത്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ നഷ്ടമാണ്. അതുകൊണ്ട് ഇനി അതിനോട് പോകാതെ ഇത് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ എന്നിവിടങ്ങളിൽ കർഷകർ പരാതി നൽകിയിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയിലാണ് ഈ മേഖലയിലെ കർഷകർ. അർഹമായ നഷ്ടപരിഹാരം എത്രയും വേഗം ലഭ്യമാക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും വലിയ സങ്കടം തന്നെയാണ് കർഷകരുടെ കാര്യം. ഇത് നമ്മുടെ ആദ്യത്തെ റിപ്പോർട്ട്. നമ്മുടെ പ്രക്കാനം ഇലവന്തൂർ റോഡിലെ കെട്ടിടത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ ഒരുപാട് പ്രേക്ഷകർ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ രവികുമാർ പി ബി നമ്മുടെ സ്ഥിരം പ്രേക്ഷകരിൽ ഒരാളാണ്. അദ്ദേഹം പറയുന്നു, പ്രജിൻ, ഈ പണി പൂർത്തിയാക്കാൻ സാധിക്കില്ലെങ്കിൽ എന്തിന് ഇങ്ങനെ പണം ചെലവഴിക്കുന്നു? ഇതിനെതിരെ പുതിയ നിയമം കൊണ്ടുവരണം. ദിവസേന 24 തന്നെ എത്ര എണ്ണം കാണിച്ചു എന്നാണ് രവികുമാർ ചോദിക്കുന്നത്. രവിയായിട്ട് അത് തന്നെയാണ് നമ്മളും പറയുന്നത്. അപ്പോൾ 24 ഈ രീതിയിൽ ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അധികാരികൾ കണ്ണു തുറക്കും വരെ ആ റിപ്പോർട്ടുകൾ തുടർന്നും നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത് തന്നെയാണ് നമുക്കതിൽ പറയാനുള്ളത്. ഇത്തരത്തിൽ നിങ്ങളുടെ ദേശങ്ങളിലൊക്കെ തന്നെ ഇതുപോലെയുള്ള കെട്ടിടങ്ങൾ വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്ന് നമുക്ക് അന്വേഷിക്കാം. അത് റിപ്പോർട്ടുകളായി നമുക്ക് അധികാരികൾക്ക് മുന്നിലേക്ക് വെക്കുകയും ചെയ്യാം. സീനാ മുഹമ്മദോട് പറയുന്നുണ്ട്, ജനങ്ങളുടെ നികുതി പണമാണല്ലോ ഇങ്ങനെ നോക്കുകുത്തിയായി കിടക്കുന്നത്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അങ്ങനെ അതിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. കോഴിക്കോട് കുണ്ടായിത്തോട്ടിലുമുണ്ട് വെള്ളത്തിലായ കുറേ മോഹങ്ങൾ. 4 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിലാണ് ആമാങ്കുനയിൽ റെയിൽവേ അടിപ്പാത യാഥാർത്ഥ്യമായത്. യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്ന് നാട്ടുകാർ അന്ന് വെറുതെ മോഹിച്ചു. പക്ഷേ 3 കോടി രൂപ വെള്ളത്തിലായി എന്ന് പറഞ്ഞാൽ മതി. നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം അടിപ്പാത ആർക്കും പ്രയോജനപ്പെടാത്ത അവസ്ഥയിലാണ്. നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത്. ജനങ്ങളുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ റെയിൽവേ അടിപ്പാതയുടെ പണി ആരംഭിക്കാനെങ്കിലുമായത്. പക്ഷേ പണി തുടങ്ങിയപ്പോഴാകട്ടെ അശാസ്ത്രീയതയുടെ പെരുമഴയാണ് കാണാൻ കഴിയുന്നത്. റെയിൽപാതയുടെ പ്രതലത്തിൽ നിന്ന് 1.5 മീറ്ററോളം താഴ്ചയിൽ കോൺക്രീറ്റ് ബോക്സ് സ്ഥാപിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. ഭൂനിരപ്പിൽ നിന്ന് 3 മീറ്റർ ഉയരം ലക്ഷ്യമിട്ടാണ് അടിപ്പാതയുടെ രൂപരേഖ. 8.5 മീറ്റർ നീളത്തിൽ നിർമ്മിച്ച 2 കോൺക്രീറ്റ് ബോക്സുകൾ റെയിലിന് അടിഭാഗത്തെ മണ്ണ് തുറന്ന് ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ചാണ് തള്ളി നീക്കിയത്. അടിത്തറ കോൺക്രീറ്റ് ചെയ്യാതെ 1 മാസം മുൻപ് സ്ഥാപിച്ച കോൺക്രീറ്റ് ബോക്സ് ക്രമേണ 1 അടിയോളം ചെളിയിൽ താഴുകയും ചെയ്തു. ഇപ്പം ആദ്യം 1 ഫൂട്ടായിരുന്നു ഇവർക്ക് റെയിലിൻ്റെ മുകളിൽ നിന്ന് ഈ കൊടുക്കാനുള്ള 1 ഫൂട്ട് അനുമതി ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. ഇപ്പം എന്ന് വെച്ചാൽ പുതിയ റെയിൽവേൻ്റെ നിയമപ്രകാരം അത് 1.5 മീറ്ററിൻ്റെ പുറത്ത് ആയിട്ട് മണ്ണിട്ടിട്ട് ആ ബോക്സിന് മുകളിൽ നിന്ന് മണ്ണിട്ടിട്ട് 1.5 മീറ്ററിൻ്റെ പുറത്തേക്ക്
അത് കയറേണ്ട ഒരു അവസ്ഥ വന്ന്. അപ്പോൾ അത്രയും അടിയിലേക്ക് താന്നു പോയി. അപ്പോൾ അതെന്താ വെച്ചാൽ അത് അശാസ്ത്രീയമായിട്ട് പോയി. ഇപ്പോൾ എന്താ വെച്ചാൽ ഇതിനെ കൊണ്ട് ഒരു ഉപകാരമില്ലാത്ത കോലത്തിലായി. അടിപ്പാതയുടെ റോഡാണ് മറ്റൊരു പ്രധാന പ്രശ്നം. റോഡിന് സാധാരണഗതിയിൽ അടിപ്പാതയിലേക്ക് ബന്ധപ്പെടാൻ കഴിയില്ല. സമീപ വീടുകളിലുള്ളവർ പലരും നടവഴി പോലും നിഷേധിക്കപ്പെട്ട അവസ്ഥയിലാണ്. ഈ റോഡ് വളരെ കുത്തനെയാണ്, വളരെ മേലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഈ അടിപ്പാത ഉപയോഗിക്കണമെങ്കിൽ ഇതിന് സമമായിട്ട് നേരിട്ട് നല്ലോണം താത്തണം. ഒരു മഴ പെയ്തുകയാണെങ്കിൽ കംപ്ലീറ്റ് ഇതിലേക്ക് വെള്ളച്ചാട്ടം ചാടുന്ന മാതിരിയാണ്. ഇതുകൊണ്ട് ഇല്ല 3 കോടി 2 ലക്ഷം റുപ്യ ഇതിന് പല ഘട്ടങ്ങളിലായിട്ട് ഗവൺമെൻറ് അടച്ചിട്ടുണ്ട്. ഇതിന് ശാശ്വതമായിട്ട് ഒരു ശാസ്ത്രീയമായ രൂപത്തിൽ ഞങ്ങൾക്ക് നടക്കാൻ ഗതാഗത യോഗ്യമാകുന്ന രൂപത്തിലായി കിട്ടണം. നമ്മളത് വലിയ സ്വപ്നം തന്നെയാണ്. നമ്മൾ കാലിന് സുഖമില്ലാത്ത ഒരു ഇതാക്കാണ് റെയിൽ കയറി മറിയണത്. എളുപ്പത്തിൽ ഇത് പണി കഴിഞ്ഞ് എന്തെങ്കിലും ഏറ്റവും വലിയൊരു ഉപകാരമായിരുന്നു അത്. പോട്ടങ്ങൊന്ന് പോകണമെന്ന് വിചാരിച്ചാൽ പോകാൻ കഴിയുന്നില്ല. ഇത് കയറി മറിയണ വിചാരിച്ചിട്ട് നമ്മൾ കയറി വരുമ്പോൾ വണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എങ്ങോട്ടും മാറാനുള്ളൊരു സ്ഥലവും ഇല്ല. പോക്ക് വരെ നമ്മളത് ബുദ്ധിമുട്ടാണ്. റെയിൽവേയുടെ പ്രവൃത്തികൾ കഴിഞ്ഞതിനാൽ ഇനിയൊരു മാറ്റം സാധ്യവുമല്ല. ഇരുവശത്തും അപ്രോച്ച് റോഡ് നിർമ്മാണം പെട്ടെന്ന് നടപ്പായാൽ മാത്രമേ കോടികൾ മുടക്കിയ അടിപ്പാത ജനങ്ങൾക്ക് ഉപകാരപ്രദമാകൂ. 4 പതിറ്റാണ്ട് കാലത്തെ ഈ പ്രദേശവാസികളുടെ ഒരു സ്വപ്നമായിരുന്നു ഈ റെയിൽവേ അടിപ്പാത എന്നത്. നിർമ്മിച്ചു വന്നപ്പോഴാകട്ടെ സാഹചര്യം ഇങ്ങനെയുമായി. അടിയന്തരമായി ഈ പരിമിതികൾ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ നാട്ടുകാർക്ക് കൊടുക്കാൻ കഴിയുന്ന നീതി. ജയൻ കല്യാശ്ശേരിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. അടിസ്ഥാനമായ പ്രശ്നങ്ങളാണ്. അതൊക്കെ മനസ്സിലാക്കാതെ, അതൊന്നും അറിയാതെ എങ്ങനെയാണ് ഇങ്ങനെ നിർമ്മാണവുമായി അധികാരികൾ മുന്നോട്ട് പോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. ആ നാട്ടുകാർ തന്നെ പറയുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. എന്നിട്ടും അത് ഏറ്റെടുത്ത ആർക്കും, അധികാരികൾക്ക് ആ ബോധമില്ലാതെ പോയത് എന്തേ എന്ന ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. കോടികൾ ചെലവാക്കി ഈ ഹൈവേ സൈഡിൽ അല്ലെങ്കിൽ യാതൊരു ചിന്തയുമില്ലാതെ കോൺട്രാക്ടേഴ്സ് പറയുന്നതനുസരിച്ച് സർക്കാർ പണം കൊടുക്കുന്നു. ഇതിൻ്റെയൊക്കെ നഷ്ടങ്ങൾ കോൺട്രാക്ടേഴ്സിൽ നിന്ന് തന്നെ ഈടാക്കണം എന്നൊരു ആവശ്യമാണ് നൗഷാദ് പുന്നത്തല എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ നമ്മുടെ കമന്റ് ബോക്സിൽ കുറിക്കുന്നത്. അങ്ങനെ പല അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി. കോട്ടയം കറുകച്ചാലിലെ പത്തനാട് ചിറക്കൽപ്പാറ കുളത്തൂർമൂഴി റോഡ് നവീകരണത്തിൽ പ്രതിഷേധം ശക്തമാണ്. അവിടെയും വിഷയം മറ്റൊന്നല്ല, അശാസ്ത്രീയമായ രീതിയിൽ റോഡ് നിർമ്മിക്കുന്നതിനെതിരെയാണ് നാട്ടുകാർ വലിയ രീതിയിൽ രംഗത്ത് വന്നിരിക്കുന്നത്. വെള്ളം ഒഴുകിപ്പോകാൻ ആവശ്യമായ കല്ലുകളും ഓടകളും ഇല്ലാത്തതാണ് നാട്ടുകാരുടെ ഈ ആശങ്കയ്ക്ക് കാരണം. 5 വർഷക്കാലം തകർന്നു കിടന്ന റോഡാണിത്. യാത്ര ദുരിതമായതോടെ നാട്ടുകാർ വലിയ പ്രതിഷേധം നടത്തി. തുടർന്ന് അടുത്തിടെ BMBC നിലവാരത്തിൽ പണി തുടങ്ങി. എന്നാൽ ഇപ്പോൾ പ്രദേശത്തിന് ചേരാത്ത രീതിയിലാണ് റോഡ് പണികൾ നടക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നതിനാൽ നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് 13 കലുങ്കുകൾ ഉണ്ടായിരുന്നു. റോഡിന്റെ പുനർനിർമ്മാണം തുടങ്ങിയതോടെ 3 കലുങ്കുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. മറ്റു കലുങ്കുകൾ റോഡ് നിർമ്മാണത്തിനിടെ മൂടിപ്പോയെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിന് ഓടകൾ നിർമ്മിച്ചിട്ടില്ലാത്തതും ആശങ്കയുണ്ടാക്കുന്നു. വെള്ളം പോകാൻ ഒരു സംവിധാനം ഒരുക്കിയിട്ടില്ല. അതുപോലെ റോഡിലേക്ക് വെള്ളം കുത്തി ഒഴുകി വന്നിട്ട് ഈ ഇത്രയും നല്ല നിലവാരത്തിൽ ഈ റോഡ് പണിയുമ്പോൾ ആ റോഡ് മൊത്തം തകർന്ന് തരിപ്പണമാകാനാണ് സാധ്യത. യാത്രക്കാർക്ക് ഭയങ്കര ശ്വാസമുട്ടലും, നിരവധി പേർക്ക് ഹോസ്പിറ്റലിൽ വന്ന്, സ്കൂൾ കുട്ടികൾ പകുതി ദിവസം പോലും ക്ലാസ്സിൽ പോകുന്നില്ല. ഒന്നാമത്തെ ഈ തണുപ്പും ഈ ചൂടുമുള്ള ആ അന്തരീക്ഷത്തിൽ ഈ പൊടികളടിച്ച് അവർക്ക് ശ്വാസമുട്ടല്, നിരവധി പേർക്ക് ശ്വാസമുട്ടലാണ്. പനിയുമായിട്ട് സ്കൂൾ കുട്ടികൾ പോകുന്നില്ല. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ വഴിയിൽ പൊടിശല്യവും രൂക്ഷമാണ്. പൊടിമൂലം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, വണ്ടിയൊക്കെ പോകുമ്പോഴത്തേന് അതുപോലെ ഭയങ്കര പൊടിയും, ഭയങ്കര ദുരിതം. വീട്ടിലൊന്നും ഇരിക്കാൻ മേല, വണ്ടി യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ബസ്സൊക്കെ ആണെങ്കിലും പോകുമ്പം, സ്കൂൾ ബസ്സൊക്കെ പോകുമ്പോൾ എല്ലാവരും മാസ്കും വെച്ച് അങ്ങനെ ഇരിക്കുന്നത്. ഭയങ്കര വെള്ളം ഒഴിച്ചാൽ ഇത്രയും വിഷയം വരുന്നില്ല. എത്രയും പെട്ടെന്ന് പണിയൊന്ന് തുടങ്ങാനുള്ള ഇതുണ്ടാകുക, അത്രേ ഉള്ളൂ. എത്രയും വേഗം പ്രശ്നം പരിഹരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ റോഡ് നിർമ്മിച്ചാൽ മഴക്കാലത്ത് തകരുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ആ ആശങ്ക മാറ്റാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന. ടോബി ജോൺസൺ, 24.
പൊതുജനം കഴുതയല്ല സാർ. യെസ്, ഈ ചോദ്യം നമ്മൾ ആവർത്തിച്ച് പറയുകയാണ്. ഈ ആഹ്വാനം അത് രീതിയിൽ അത് അധികാരികൾ കേൾക്കട്ടെ എന്ന് നമുക്ക് കരുതാം. ഹാഷിം KKV പറയുന്നൊരു കാര്യം, കോടികൾ ചെലവാക്കി ഹൈവേ സൈഡിൽ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ 3/4 ഭാഗവും കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയാണ്. 24 ഒരു പരമ്പര തുടങ്ങിയാൽ സർക്കാർ എന്തെങ്കിലും ചെയ്യും എന്നാണ് ഹാഷിം പറയുന്നത്. നമുക്കത് തീർച്ചയായിട്ടും അത് അന്വേഷിക്കാം. അതിലൊരു റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് നൽകാം. അധികാരികൾ അതും അറിയട്ടെ. അങ്ങനെ നിങ്ങളുടെ ദേഹത്തുള്ള ഇത്തരം പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മൾ ഈ പരിപാടിക്ക് അവസാനം നൽകുന്ന ആ നമ്പറിലോ വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ അറിയിക്കാം. തീർച്ചയായിട്ടും ആ വിഷയങ്ങളിൽ 24 ഇടപെടും. നമ്മുടെ ഈ നേരത്തെയുള്ള റിപ്പോർട്ടുകളെല്ലാം കണ്ട ശേഷം പല പ്രേക്ഷകരും നമ്മുടെ കമന്റ് ബോക്സിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇതാ ഇങ്ങനെ ഒരു അഭിപ്രായം മോഹനൻ പിലാത്ര പറയുന്നു. ഏത് കാര്യത്തിലും നാട്ടുകാരുടെ നോട്ടം ആവശ്യമാണ്. റോഡും പാലവും പണിയുമ്പോൾ അവിടുത്തെ നാട്ടുകാർ രാഷ്ട്രീയം നോക്കാതെ ഒന്നിച്ച് പരിശോധന നടത്തേണ്ടതാണ്. എന്നാലേ ഇവർ ഉണരൂ, അധികൃതർ ഉണരൂ എന്നാണ് മോഹന്റെ അഭിപ്രായം. അത് വളരെ ശരിയാണ്. കാരണം രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ വികസന പദ്ധതികൾ മുന്നോട്ട് പോകില്ല എന്ന കാര്യം നമുക്കറിയാം. അവിടെ തർക്കങ്ങൾ ഉണ്ടാകും. അത് നോക്കാതെ വേണം എല്ലാവരും ഇടപെടാൻ എന്നൊരു നിർദ്ദേശമാണ് മോഹൻ പിലാത്ര മുന്നോട്ട് വെക്കുന്നത്. ഇനി കേരളം ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംഭവവികാസത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 2020 NDA പ്രവേശനം വലിയ ചർച്ചയാക്കുകയാണ് രാഷ്ട്രീയ കേരളം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 BJP കൂട്ടുകെട്ട് എറണാകുളം ജില്ലയിൽ നിർണായകമാകും. എന്നാൽ പുതിയ നീക്കത്തിൽ പ്രതിഷേധിച്ച് 2020 ചില നേതാക്കൾ പാർട്ടി വിടുന്നത് ഇന്ന് നമ്മൾ കണ്ടു. ഇതൊന്നും ബാധിക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിന്റെ നീക്കത്തിനു പിന്നിൽ കച്ചവട താൽപര്യങ്ങൾ ഉണ്ടെന്നാണ് CPIM-ഉം കോൺഗ്രസും ആരോപിക്കുന്നത്. കിഴക്കമ്പലത്ത് തുടക്കം കുറിച്ച 2020 ഒരു മുന്നണിയുടെയും ഭാഗമാകാതെ സ്വതന്ത്രമായിട്ടായിരുന്നു ഇതുവരെയുള്ള പ്രവർത്തനം. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പും വിമർശനവും എല്ലാം മറികടന്ന് കൃത്യമായൊരു സ്വാധീനം ചെലുത്താൻ ഇതിനോടകം തന്നെ 2020 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ NDA മുന്നണിയുടെ ഭാഗമായി 2020 മാറുമ്പോൾ രാഷ്ട്രീയ ചിത്രം എങ്ങനെയാണ് എറണാകുളത്തെങ്കിലും മാറി മറിയുന്നത്? അങ്ങനെ ഒറ്റത്തുരുത്തായി നിന്ന 2020 ഇനി BJP പാളയത്തിൽ അരാഷ്ട്രീയത വളർത്തുന്നു, കിറ്റ് കൊടുത്ത് ആളുകളെ സ്വാധീനിക്കുന്നു തുടങ്ങി 2020 രൂപപ്പെട്ടതു മുതൽ വാക്പോരും കുന്നത്ത് നാട്ടിൽ പിറവിയെടുത്തിരുന്നു. CPIM-ഉം കോൺഗ്രസും രൂക്ഷമായി എതിർത്തു വന്നു. സാബു എം ജേക്കബ് തിരിച്ചടിച്ചു. എങ്കിലും 2020 ചെലുത്തിയ സ്വാധീനം ചെറുതല്ല. പക്ഷേ ഇപ്രാവശ്യത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് അത്ര വലിയ വിജയമല്ല 2020 സമ്മാനിച്ചത്. കിഴക്കമ്പലവും ഐക്യനാടും നിലനിർത്തിയെങ്കിലും കയ്യിലുണ്ടായിരുന്ന കുന്നത്ത് നാടും മഴുവന്നൂരും കൈവിട്ടു. കോർപ്പറേഷനിൽ ചലനമുണ്ടാക്കാനായില്ല. ഒരുപക്ഷെ വരാൻ പോകുന്ന ഒരു തളർച്ച മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയായിരിക്കണം ഇപ്പോഴത്തെ സാബു എം ജേക്കബിന്റെ നീക്കം. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചിത്രത്തിൽ 2020 കൃത്യമായ സ്ഥാനമുണ്ട്. കുന്നത്തുനാട് മണ്ഡലത്തിൽ 41,890 വോട്ടാണ് അവർ നേടിയത്. വിജയിച്ച CPIM-ന്റെ PV ശ്രീനിജൻ 51,000 വോട്ടും. ഇവിടെ BJPക്ക് ഉണ്ടായിരുന്നത് 7,058 വോട്ട്. പെരുമ്പാവൂരും മൂവാറ്റുപുഴയിലും ജയപരാജയത്തെ സ്വാധീനിക്കുന്ന ശക്തിയായി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2020 നിന്നു. എറണാകുളം, തൃക്കാക്കര, കോതമംഗലം, വൈപ്പിൻ, കൊച്ചി എന്നിവിടങ്ങളിലും മത്സരിച്ചു. NDAയ്ക്കൊപ്പം ചേർന്നതിൽ കിഴക്കമ്പലത്തെ വോട്ടർമാർക്ക് പറയാനുള്ളത് ഇതാണ്. അവരുടെയൊക്കെ താല്പര്യങ്ങളാണല്ലോ ഓരോരു. നമുക്ക് അതിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അത് നോക്കിയാൽ നല്ലതാണ്. അത് കൂടുതൽ ഇപ്പോൾ അതാ വരേണ്ട താല്പര്യം അതാണ്. രണ്ട് പാർട്ടിക്കാരും കൂടി ഇവിടെ കഴിഞ്ഞ ഗ്രാമസഭാ ഇലക്ഷന് ശരിക്കും ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമുണ്ടായി അവർ രണ്ട് പാർട്ടിക്കാരുടെ കൂടി. അപ്പോൾ പാർട്ടീനെ അങ്ങനെ സാർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പം ഈ പാർട്ടിക്ക് ഞങ്ങൾക്ക് 2020 നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനെ ഒരു സഹായം, ഒരു ഹെൽപ്പ് ആവശ്യമാണ്. അതിന് ഏറ്റവും അനുയോജ്യമായത് ഈ പാർട്ടി തന്നെയാണ്, NDA ആണ്. അണികളൊന്നും അങ്ങനെ ചിലപ്പോൾ അങ്ങനെ പോകാൻ സാധ്യതയില്ല. അതിപ്പോൾ നമ്മൾക്ക് അങ്ങനെ കരുതിയൊന്നുമില്ല. അതിപ്പോൾ പുള്ളി പോയി അവരുടെ തീരുമാനങ്ങൾ അങ്ങനെ ചെയ്യണം. നമുക്കിപ്പോൾ എന്താ പറയാം. അപ്പോൾ 2020 പോയതിന് നമുക്കൊരു പരാതിയില്ല. നമ്മൾ 2020യുടെ ആളുമല്ല. ഇത് നേട്ടം ഉണ്ടാവില്ല. നേട്ടം നിലവിലുള്ള നേട്ടം കുറയുള്ളൂ. നാളെ പുള്ളി ഒരു പ്രസ്ഥാനം ഇറങ്ങിയത് കോൺഗ്രസിലേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ NDAയിലേക്ക് പോയി. ഇടതുപക്ഷം ഇതിനോടകം തന്നെ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. ഈ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലെ UDF 2020 പിന്തുണയെ സംബന്ധിച്ച്. വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ UDF 7, LDF 8, 2020 2 എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില. 2020 UDF-നൊപ്പം നിന്നു. ഇതോടെ UDF അധികാരത്തിലേറി. ഈ ബന്ധം ഉപേക്ഷിക്കുമോ എന്നാണ് ഇപ്പോൾ CPIM-ന്റെ ചോദ്യം. കോൺഗ്രസ് ആണ് ആ കാര്യത്തിൽ നയം വ്യക്തമാക്കേണ്ടത്. ഇപ്പോൾ മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ വടവുകോട് പുത്തൻകുരിശ്
NDA മുന്നണിയുടെ പിന്തുണയോട് കൂടിയാണ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പിന്തുണ പിൻവലിക്കാൻ കോൺഗ്രസ് തയ്യാറാവുമോ, അത് ഉപേക്ഷിക്കാൻ തയ്യാറാവുമോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം. ഇന്നലെ തന്നെ നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഭരണം തുടരുമെന്നും 2020യുടെ പിന്തുണ സ്വീകരിക്കാമെന്നത് പാർട്ടി തീരുമാനമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് റെജി തോമസ് 24നോട്. ഇതുവരെ യാതൊരുവിധ നേതൃത്വമായിട്ട് യാതൊരുവിധ ഇതും വന്നിട്ടില്ല. നമുക്ക് ഇവരുമായിട്ട് ഞങ്ങൾക്ക് കൂട്ടുകൂടാവുന്നത് CPM-ഉം BJP-യും SDPI ഒഴിച്ചുള്ള ഏത് കക്ഷികളെ ഇങ്ങേറ്റം CPI-യുടെ വരെയും പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ സ്വീകരിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പം തീർച്ചയായിട്ടും പിന്തുണയായിട്ടുണ്ട്. രാഷ്ട്രീയ തീരുമാനം ഇതുവരെയായിട്ടും നമ്മുടെ നേതൃത്വം എടുത്തിട്ടില്ല. നേതൃത്വം എന്ത് തീരുമാനം എടുക്കുന്നോ അത് അനുസരിക്കും. വൈകിട്ടോടെ 2020 നേതാക്കളുടെ വാർത്താ സമ്മേളനം. 3 പേർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ. വടവുകോട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റസീന പരീദ്, ഐക്കരനാട് പഞ്ചായത്ത് മുൻ അംഗം ജിൽ മാവേലി, മഴുവന്നൂർ 2020 കോർഡിനേറ്റർ രഞ്ജു പുളിഞ്ചോടൻ എന്നിവർ പാർട്ടി വിട്ടു. പൊട്ടിത്തെറിയുടെ തുടക്കമെന്ന് നേതാക്കൾ. BJPക്ക് റിക്രൂട്ടിംഗ് ഏജൻസി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. 2020 BJP ബന്ധം ആ രീതിയിൽ ഞങ്ങൾക്കിത് തുടരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ 2020 പാർട്ടിയിൽ നിന്നും രാജിവെച്ചിട്ട് ഞങ്ങൾ ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഇറങ്ങി വന്നത്. ആശയപരമായി തീരുമാനമെടുക്കുമ്പോൾ ആളുകൾ വിട്ടുപോകുന്നത് ബാധിക്കില്ലെന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു M ജേക്കബിന്റെ പ്രതികരണം. ആശയപരമായിട്ട് ചിലപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ 99% നമ്മുടെ കൂടെ നിൽക്കും, 1%, 2% പോകും. അതെല്ലാ പാർട്ടിയിലും ഉണ്ടാവും. അതൊക്കെ 2020 ബാധിക്കില്ല. അതൊക്കെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. വരും ദിവസങ്ങളിലും ഈ മുന്നണി പ്രവേശനത്തിന്റെ ചർച്ചകൾ സജീവമാകും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പുതിയ സഖ്യം കൊണ്ട് നേട്ടമുണ്ടാക്കാമെന്ന് 2020യും BJPയും കരുതുന്നു. എന്നാൽ 2020യിൽ അസ്വാരസ്യം പുകയുകയാണ്. കൂടുതൽ പേർ പുറത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ എതിർപ്പ് ഉന്നയിക്കുന്നു. എന്തായാലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ കുന്നത്തുനാട് മണ്ഡലത്തിൽ തീ പാറുമെന്ന് ഉറപ്പാണ്. സ്വാതി കൃഷ്ണയ്ക്കൊപ്പം വിപിൻ C വിജയൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയക്കുക. ഒപ്പം പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന ഇമെയിൽ മുഖാന്തരവും വാർത്തകൾ അറിയിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.